ഇതാണ് ബ്രിട്ടീഷുകാരെ അങ്കലാപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ പ്രവർത്തനം ആരംഭിക്കാൻ പാടില്ല എന്ന നിലപാട് അവർ തുടക്കം മുതൽ സ്വീകരിച്ചു. വളരെ പവർഫുള്ളാണ്. അതിൻ്റെ ഫലമെന്തായിരുന്നു? അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ തുടങ്ങുന്നേ ഉള്ളൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം ആരംഭിക്കുന്നേ ഉള്ളൂ, അവരെ മുഴുവൻ കള്ളക്കേസിൽപ്പെടുത്തി. വലിയ തോതിലുള്ള ഗൂഢാലോചന കേസുകൾ ചാർജ് ചെയ്യപ്പെട്ടു, അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഉദ്ദേശം ഒന്നേ ഉള്ളൂ, ഇതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടിയുടെ പ്രവർത്തനം രാജ്യത്ത് തീരെ നടക്കാതാവും. പക്ഷേ അതല്ല സംഭവിച്ചത്. ഈ പറയുന്ന അറസ്റ്റും കള്ളക്കേസും ജയിൽവാസവും മറ്റ് മർദ്ദനമുറകളും എല്ലാം പ്രയാസങ്ങളുണ്ടാക്കിയെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം തുറന്നു. ഇത് രാജ്യത്തിൻ്റെ സ്ഥിതിയാണ്. ആ ഘട്ടത്തിലാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ആരംഭിക്കാൻ ആലോചനകൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി കോഴിക്കോടാണ് 1937 ഒരു പീടികയുടെ മുകളിലുള്ള ചെറിയ മുറിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ യോഗം എന്ന് പറയാവുന്ന യോഗം ചേരുന്നത്. അതിൽ സഖാവ് കൃഷ്ണപിള്ള, EMS, കെ ദാമോദരൻ, നമ്മുടെ NC ശേഖർ, ഇങ്ങനെ 4 പേർ പങ്കെടുത്തു. SV ഘാട്ടെ കേന്ദ്ര കമ്മിറ്റിയുടെ പ്രതിനിധിയായും പങ്കെടുത്തു. അതുകൊണ്ടാണ് ആ യോഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ യോഗമായി കണക്കാക്കുന്നത്. ആ യോഗം തീർത്തും രഹസ്യമായിരുന്നു. രഹസ്യമായി കാര്യങ്ങൾ പിന്നീട് നടന്നു. അതിൻ്റെ തുടർച്ചയായാണ് 1939 ഡിസംബറിൽ ഇവിടെ പാറപ്പുറത്ത് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള യോഗം നടക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനം ആരംഭിക്കാനുള്ള തീരുമാനമായിരുന്നു. അതോടെയാണ് കേരളത്തിൽ പരസ്യപ്രവർത്തനം ആരംഭിക്കുന്നത്. പരസ്യപ്രവർത്തനമെന്ന് പറഞ്ഞാൽ ആ ഘട്ടത്തിലുമുള്ള പ്രയാസങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ നാടിൻ്റെ മാറ്റത്തിന് അത് വലിയ തോതിലാണ് വഴിവെച്ചത്. ഇപ്പോൾ നവോത്ഥാന പ്രസ്ഥാനത്തെക്കുറിച്ച് നമുക്കറിയാം. നവോത്ഥാനം സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉച്ചനീചത്വങ്ങൾ
അവസാനിപ്പിക്കുന്നതിനു വേണ്ടി ശക്തമായി ഇടപെടുകയായിരുന്നു.